അപ്പൊ ഞങ്ങള് ജോധ്പൂരിന്ന് ജയ്സൽമേറിലേക്ക് പോകുന്ന വഴി കിട്ടുന്ന റൂട്ടാണ്, കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. എന്തായാലും വരേണ്ട കിട്ടുന്ന റൂട്ടാണ്. അതിന്റെ പകുതി എത്തിക്കാനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇൻട്രോ തന്നെ എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കാണണം. നൈസ് എക്സ്പീരിയൻസ് ആണ്. എന്താ ഫീലിംഗ്? എന്തായാലും കിട്ടുന്ന ഷോട്ടുകളായിരിക്കും ഈ വീഡിയോയിൽ കാണാനുള്ള. പൊള്ളി ഷോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ ആയിരിക്കില്ലേ? പിന്നെ ഉറപ്പായിട്ടും നല്ല ഡ്രൈവ് ആയിരുന്നു. അപ്പൊ ഞങ്ങള് ജയ്സൽമേർ എന്നിട്ട് പിന്നെ അവിടെ മരുഭൂമി ഡെസേർട്ടുകളിൽ കൂടിയുള്ള റൈഡും കാര്യങ്ങളും ഒരടിച്ചുപൊളി വീഡിയോ ഒരുക്കോട്ടെ എന്തായാലും വരാൻ പോകുന്നത്. സാറാ മോൾ അങ്ങനെ നോക്കിയേ സാർ. അയ്യോ കാല് കൊള്ളണ്ടാവും കുഞ്ഞു. അച്ചോടാ കുഞ്ഞു ചെരുപ്പിട്ടിട്ടില്ല. അപ്പൊ ഓക്കെ എന്നാ വാ പോയി. देवियों और सज्जनों, मैं एक इन्फेंट्री राइफल का बेयरनेट हूँ। दुश्मन के खून से रंगी हुई संगीन हूँ, लड़ाई के हर मंजर का चश्मदीद गवाह।
आज मैं आप सभी का जैसलमेर वॉर म्यूजियम के इस आंगन में हार्दिक स्वागत एवं तहे दिल से अभिनंदन करता हूँ। ये रण के कण कण में रण है, सम्मान मान अभिमान का धन है, जान तिरंगा तन मन है, यहाँ लहू रेत को अर्पण है। कश्मीर सही सरताज देश का रामेश्वर पद कमल है, आसाम गुजरात भुजा देश की राजस्थान तट रक्षक है। भारत माँ की जान शान है, जैसलमेर ये जैसलमेर। നമ്മൾ ജയ്സൽമേരില് റൂം എടുത്ത് താമസിച്ചു. അടുത്ത ദിവസം രാവിലെ ഉച്ചയായിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല, പട്ടിണിയായിരുന്നു. 2 ബിസ്ക്കറ്റൊക്കെ കഴിച്ച്. അപ്പൊ ഞങ്ങൾ ഒരു നോൺ വെജ് എന്തെങ്കിലും കഴിക്കണം എന്ന് ചോദിച്ചു വിശന്നിട്ട് ഞങ്ങൾ കയറിയതാണ്. അപ്പൊ ചിക്കൻ നമ്മുടെ അൽഫാമിന്റെ ഒരു സൈഡ് വരുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് കുറെ ദിവസം കഴിഞ്ഞ് നമ്മൾ കഴിച്ചാണ് ചിക്കൻ. എങ്ങനെയുണ്ട് സാറാ ചിക്കൻ ചിക്കായി? എപ്പടി ഇருக்கு? നല്ല ഇருக்கு ഗുയ്സ്. അപ്പോൾ നമുക്ക് അടുത്തത് മട്ടൻ ബിരിയാണി എത്തിയുണ്ട്. അങ്ങനെയുണ്ടോ? ഞാൻ ടേസ്റ്റി ആണോ? ശോകമാണ് പോരാ. ബിരിയാണി ഒരു ഫ്ലേവർ ഫീലൊന്നും ചെയ്യണം. റൈസില് എന്തൊക്കെയോ പൊടിക്കൈകളൊക്കെ ഇട്ടുണ്ട്. മട്ടനിലും പ്രത്യേകിച്ചൊന്നുമില്ല, തോന്നുന്നില്ല. അയ്യോ ചിക്കൻ കൊള്ളാം. ഗുയ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ കേട്ടാ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പൊ ഒരു രീതിയിലും നമ്മള് ഒരുപാട് പ്രതീക്ഷയോടെ ഉണ്ട്. ഞങ്ങൾ ബിരിയാണി കഴിക്കണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് വന്നത്. വിശപ്പൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റായി ചെന്നതും പാളിപ്പോയി. അപ്പൊ നമ്മള് ജോധ്പൂരിൽ നിന്ന് ജയ്സൽമേറിലേക്ക് വന്ന കാഴ്ചകളും നമ്മളിവിടുത്തെ ഒരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തതിന്റെ കാഴ്ചയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായത്. കാരണം ഡെസേർട്ട് കൂടി മിക്സ് ചെയ്യുന്നില്ല. കാരണം ഡെസേർട്ട് നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് വരുന്നതല്ല അതിൻ്റെതായ രസം. കാരണം ഡെസേർട്ടിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമുക്ക് നമ്മളൊരു പാക്കേജ് പോലെ എടുത്തേക്കണത്. രാത്രി ഡാൻസ് ഒക്കെ ഉണ്ട്. ഡാൻസ് അവിടെ ഡാൻസ് ഉണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഡിന്നർ, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ നമുക്ക് അവിടെ നിന്നാണ്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ടായിരിക്കും നമ്മൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ഈ എപ്പിസോഡിൽ ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളതും കാണിച്ചു തരാനുള്ളതും. അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണോട്ടാ, വന്ന് നോക്കണോട്ടാ. ഡെസേർട്ടിൽ കൂടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡെസേർട്ട്.